Okay, in illustration number 25, Mr. Nambiar, a lawyer in Chennai, gives the following details of income and expenditure. Okay, രണ്ട് രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. ഒന്ന്, ഞാൻ ഇതിൽ നിന്ന് പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് മാത്രം എടുക്കുവാണ്. മീൻസ് നമ്മൾ പ്രൊഫഷണൽ ഇൻകം എടുക്കും, പ്രൊഫഷണൽ എക്സ്പെൻസ് എടുക്കും, എന്നിട്ട് രണ്ടും മൈനസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഫഷണൽ, അതായത് നമ്മൾ PGBP എന്നുള്ള ഇൻകം കണ്ടുപിടിക്കലില്ല, അതുപോലെ ചെയ്തിട്ട് ആദ്യം പറഞ്ഞുതരാം. ഇതിലേതൊക്കെയാണ് പ്രൊഫഷണൽ ഇൻകത്തിന് ഞാൻ P എന്ന് എഴുതുവാണ്. സോ ദിസ് ഇസ് P. ചാരിറ്റി നോ, ഇൻകം ടാക്സ് ഇല്ല. ലോസ് അത് അല്ല, പ്രൊഫഷണൽ ഇൻകം അല്ല. ഗ്രാറ്റുവിറ്റി ശരിക്കും അവരുടെ എംപ്ലോയിക്ക് കൊടുത്താൽ, അതായത് ഈ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കൊടുത്താൽ അത് പ്രൊഫഷണൽ ഇൻകം. ബട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ എംപ്ലോയിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പോലെ കൊടുത്തതാണ് അല്ലേ, ഡിസേബിൾ ക്ലർക്ക്. അങ്ങനെയുള്ള സാധനം അലൗഡ് അല്ല, അതായത് പ്രൊഫഷണൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇത് നമ്മൾ എടുക്കാൻ പറ്റില്ല. പ്രൊഫഷണൽ വെറും ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ, എംപ്ലോയീസിന് കൊടുത്തതാണെങ്കിൽ എടുക്കാമായിരുന്നു. അതും പ്രൊഫഷൻ ചെയ്യുമ്പോൾ എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ട്, സോ അങ്ങനെ കൂട്ടാം. ബട്ട് ഇവിടെ ഇങ്ങനെ പ്രത്യേകം തന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇവിടെ എക്സ്പെൻസിൻ്റെ ഭാഗത്ത് ഒരേ ഒരു എക്സ്പെൻസ് മാത്രമാണ് പ്രൊഫഷൻ റിലേറ്റഡ്, ദാറ്റ് ഈസ് ഓഫീസ് എക്സ്പെൻസസ്. ഓക്കെ, അടുത്തത് ലീഗൽ എക്സ്പെൻസ്. ഓക്കെ, ലോയറാണ്, ഡോക്ടർ എന്ന് പറഞ്ഞു എന്നൊരു സംശയം. ലീഗൽ എക്സ്പെൻസോ പ്രൊഫഷൻ റിലേറ്റഡ് ആണ്. കമ്മീഷൻ, പ്രൊഫഷൻ റിലേറ്റഡ് ആണ്. അടുത്തത് സ്പെഷ്യൽ കമ്മീഷൻ, ഫീ ഫോർ ആക്ടിങ് സ്പെഷ്യൽ ആണ്. അഗ്രികൾച്ചറൽ ഇൻകം അല്ല, അഗ്രികൾച്ചറൽ ഇൻകം ഇവിടെയല്ല വരിക. ഡിവിഡൻഡ് ഇവിടെയല്ല വരിക. ഷെയർ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ഇവിടെയല്ല വരിക. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഇവിടെയല്ല വരിക. ഇതൊക്കെ IOS വരുന്ന കേട്ടോ. പ്രസൻറ്റ് ഫ്രം ക്ലയൻറ്റ്, അതെ പ്രൊഫഷണൽ ഇൻകം ആണ്. ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടിയാൽ. ഡയറക്ടേഴ്സ് ഫീ. അടുത്തത് ബാങ്ക് ഇൻട്രസ്റ്റ്. ഡയറക്ടർ ഫീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇൻകം സൈഡിൽ കാണിക്കുന്നത് ഇയാൾ ഏതെങ്കിലും കമ്പനീൻ്റെ ഡയറക്ടർ ആയിരിക്കാം. ഓക്കെ, സോ അവിടുന്ന് കിട്ടിയ ഫീസാണ്, അതുകൊണ്ടാണ് ഇവിടെ എടുക്കാത്തത് കേട്ടോ. ഈ ഇൻകം ഇയാളുടെ ലോയറുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻകം അല്ല, അതുകൊണ്ടാണ് ഇവിടെ എടുക്കാത്തത്. ബാങ്ക് ഇൻട്രസ്റ്റ് പറ്റൂല. ഇതൊക്കെ ഇത് മൂന്നും ഇവിടെ വരുന്നത് IOS വരുന്നതാണ്. ഓക്കെ, പോസ്റ്റ് ഓഫീസിനൊക്കെ ലിമിറ്റൊക്കെ ഉണ്ട്, അതൊക്കെ IOS. ഇൻകം ഫ്രം അതർ സോഴ്സ് എടുക്കുമ്പോൾ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് ഇൻകം ആണ്. 1, 2, 3. ഈ 3 ആഡ് ചെയ്യുക. പ്രൊഫഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഈ 3 ആഡ് ചെയ്യുക, ഇത് കിട്ടും. അതിൽ നിന്ന് പ്രൊഫഷണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഓഫീസ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇനി അടുത്ത വേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സർപ്ലസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സർപ്ലസ് എടുക്കുന്നു. സർപ്ലസ് എടുത്ത് 44,995 എടുത്തു. ഇനി ഞാൻ ഇവിടെ നോക്കി, എക്സ്പെൻസിൻ്റെ ഭാഗത്ത് നോക്കി ഏതൊക്കെയാണ് അലൗഡ് എന്ന് നോക്കി, ഏതൊക്കെയാണ് ഡിസലൗഡ്. അപ്പോൾ ഡിസലൗഡ് ആണ് എനിക്ക് ഇവിടുന്ന് വേണ്ടത്. അപ്പോൾ ഡിസലൗഡ് ആയിട്ട് വരുന്നത് ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഞാൻ പേരൊന്നും എഴുതുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഞാനിവിടെ എഴുതി. ആഡ് ബാക്ക് ചെയ്യേണ്ട സാധനത്തിൽ ഓഫീസ് എക്സ്പെൻസ് അലൗഡ് ആണ്, ബിക്കോസ് അത് പ്രൊഫഷൻ റിലേറ്റഡ് ആണ്. ചാരിറ്റി അലൗഡ് അല്ല, അപ്പം ഡിസലൗഡ് ആണ്, ഓൾറെഡി ഡെബിറ്റ് ചെയ്തു. സോ ഞാൻ ഇവിടെ നിന്ന് ആഡ് ബാക്ക് ചെയ്യുവാണ്. ഇൻകം ടാക്സ് അലൗഡ് അല്ല, ഡിസലൗഡ് ആണ്, സോ ആഡ് ബാക്ക് ചെയ്തു. ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഓൾറെഡി ഡെബിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ആഡ് ബാക്ക് ചെയ്യുന്നു എല്ലാം. ഗ്രാറ്റുവിറ്റി ആഡ് ബാക്ക് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് ആഡ് ബാക്ക് ചെയ്യാനുണ്ട്. ഇനി ലെസ് ചെയ്യാനുള്ള ഐറ്റംസ്. ലീഗൽ ഫീ അത് ബിസിനസ് പ്രൊഫഷൻ റിലേറ്റഡ് ആണ്, ഇതും പ്രൊഫഷൻ റിലേറ്റഡ് ആണ്. അഗ്രികൾച്ചറൽ ഇൻകം ഇവിടെ പറ്റൂല. അപ്പോൾ ഇവിടെ എന്താ, ഇൻകം ഓൾറെഡി ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് PGBPയിലുള്ളതല്ല, അപ്പോൾ ലെസ് ചെയ്യണം അല്ലേ. 3600 ലെസ് ചെയ്യണം. ഡിവിഡൻഡ് ഓൺ ഷെയർ 1600 ലെസ് ചെയ്യണം. പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 10 അഡ്വാൻസ് 890 ലെസ് ചെയ്യണം. പ്രസൻറ്റ് ഫ്രം ക്ലയൻറ്റ് പ്രൊഫഷണൽ ഇൻകം ആണ്. ഡയറക്ടർ ഫീ പ്രൊഫഷണൽ ഇൻകം അല്ല, സോ 300. ബാങ്ക് ഇൻട്രസ്റ്റ് 335. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് 430 ആൻഡ് ഡിവിഡൻഡ് 1000. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുക. ഇതൊക്കെ ആഡ് ചെയ്തൊക്കെ ലെസ് ചെയ്താലും നിങ്ങൾക്ക് സെയിം ആൻസർ 120,130 ആയിരിക്കും നിങ്ങളുടെ ഇൻകം ഫ്രം പ്രൊഫഷൻ. ഓക്കെ, സോ ഇങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ വണ്ടിക്ക് അങ്ങനെ ചെയ്യാം. ദറ്റ്സ് യുവർ വിഷ്. അവിടെ അങ്ങനെ ചെയ്തത്, അവിടെ ഇത്ര പോയിന്റ്സേ ഉണ്ടായിട്ടുള്ളൂ. തിരിച്ച് ഇങ്ങനെ പറയുമ്പോൾ, ഇതിങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരുപാട് കണ്ടന്റ് വന്നല്ല, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ഇഷ്ടമുള്ള മോഡൽ യൂസ് ചെയ്യാം. സോ രണ്ടിലും ഒരേ ആൻസറാണ് കിട്ടുക.
ചെയ്ത് നോക്കണേ. ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് തന്നത് സാലറീൻ്റെ കാൽക്കുലേഷനാണ്, അത് നിങ്ങൾ ചെയ്യാം. എപ്പോഴും സാലറി ആ ഹെഡ് കണക്കായിട്ട് തന്നെ എഴുതണം. സാലറി ഉണ്ടെങ്കിൽ ആദ്യം സാലറി, പിന്നെ ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ ഇത്, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, സോ ആ ഓർഡറിൽ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ സാലറി കാണാൻ പറ്റും, സാലറി എഴുതണം, ഇൻകം ഫ്രം അതർ സോഴ്സും ഉണ്ട് ഇവിടെ, ബട്ട് നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മളവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, എക്സംപ്റ്റഡ് ഇൻകംസും ഉണ്ട് ഇതിൽ. അഗ്രികൾച്ചറൽ ഇൻകം പോലെ ചില എക്സംപ്റ്റഡ് ഇൻകംസും ഉണ്ട്. എനിവേ അന്ന് നമുക്ക് അറിഞ്ഞൂടാ, അതൊക്കെ നമ്മൾ പഠിക്കും. Dr. Rajkumar, ഒരു ഡോക്ടർ ഇൻ ഭോപ്പാൽ, he prepared the following, illustration number 26 ആണ്. he prepared the following receipt and payment account. ക്യാഷ് ബാലൻസ് ആണ് തന്നത്. ബാങ്ക് ലോൺ പ്രൈവറ്റ് പർപ്പസ് ആണ്, സോ പ്രൊഫഷൻ റിലേറ്റഡ് ആണോ? അല്ല. സെയിൽ ഓഫ് മെഡിസിൻ പ്രൊഫഷൻ റിലേറ്റഡ്. കൺസൾട്ടേഷൻ ഫീ, വിസിറ്റിംഗ് ഫീ പ്രൊഫഷൻ റിലേറ്റഡ്. ഗിഫ്റ്റ് ഫ്രം ഫ്രണ്ട്സ് അല്ല, പേഷ്യൻ്റ് ആണെങ്കിൽ പ്രൊഫഷൻ ആയിരുന്നു. റെൻറ്റ് ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഇല്ല, അത് ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആണ്. കോസ്റ്റ് ഓഫ് മെഡിസിൻ അതെ പി. സർജിക്കൽ എക്യുപ്മെൻറ്റ് പി ആണ്, ബട്ട് ഇതിൻ്റെ ഡിപ്രിസിയേഷനാണ് കാണേണ്ടത്, ഇത് കിട്ടൂല. മോട്ടോർ കാർ സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്കതൊരു വിഷയമൊന്നുമല്ല. ദിസ് വൺ, ഇതിനും ഡിപ്രിസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. കാർ എക്സ്പെൻസ് നോക്കണം, കാർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഇവിടെ 1/3 എന്നാണ് പറയുന്നത്. 1/3 പേഴ്സണൽ യൂസാണ്, അപ്പം 1/3 കണ്ടിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. നമുക്ക് 2/3 ആയിരിക്കും പ്രൊഫഷണൽ ഇൻകം. ഓക്കെ, 1/3 പേഴ്സണൽ യൂസ്, അപ്പോൾ 2/3 ആയിരിക്കും എന്ത് ഇൻകം? പ്രൊഫഷണൽ എക്സ്പെൻസ്. സോറി, കാറിൻ്റെ പ്രൊഫഷണൽ എക്സ്പെൻസ്. സാലറി പ്രൊഫഷണൽ ഇൻകം ആണ്. റെൻറ്റ് ഫോർ ഡിസ്പെൻസറി യെസ് പ്രൊഫഷണൽ ഇൻകം ആണ്. ദെൻ ജനറൽ എക്സ്പെൻസ് പ്രൊഫഷണൽ ഇൻകം ആണ്. പേഴ്സണൽ എക്സ്പെൻസ് ഇല്ല, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ ഇല്ല, ഇൻഷുറൻസ് ഓഫ് പ്രോപ്പർട്ടി നോ. ദെൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ ഈ 3 ആഡ് ചെയ്യണം. ഓക്കെ, ഈ 3 ആഡ് ചെയ്തിട്ട് ഇതൊക്കെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ്റെ സംഭവങ്ങൾ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ നമുക്ക് നോക്കാം എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടോ. 1/3 ഓഫ് ദ മോട്ടോർ കാർ എക്സ്പെൻസ് പേഴ്സണൽ യൂസ്, സോ കാറ് 2/3 മാത്രമാണ് പ്രൊഫഷണൽ യൂസ്. ഡിപ്രിസിയേഷൻ അലൗഡ് ഓൺ സർജിക്കൽ എക്യുപ്മെൻറ്റ് 15%. വാങ്ങിച്ച ഡേറ്റ് ഒന്നും തന്നിട്ടില്ല, അപ്പം 8000ൻ്റെ 15% കാണുക 1200. സോ അതായിരിക്കും നമ്മുടെ സർജിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ. അതും എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ ഡിപ്രിസിയേഷൻ കാണിക്കണം. അടുത്തത് നമ്മുടെ കാറാണ്. കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, കാറൊന്നും പറയുന്നില്ല. അപ്പോൾ കാറിൻ്റെ വില എടുക്കുക 1,20,000. ഇതിൻ്റെ 15% കാണുക. 15% കിട്ടുന്ന ആ എമൗണ്ടിന് എത്ര ഭാഗമാക്കുക? 2/3. ഇതായിരിക്കും എന്ത് ഇൻകം? പ്രൊഫഷണൽ ഇൻകം. ഓക്കെ, ഇത് അലൗഡ് ഇൻകം. ഇനി ഡിസ്അലൗഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിൻ്റെ 1/3 ആണ് ഡിസ്അലൗഡ്. ഓക്കെ, സോ ഇവിടെ അതും കൂടെ എഴുതാം. സോ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ പ്രൊഫഷൻ റിലേറ്റഡ് മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്, ബിക്കോസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ക്യാഷ് ബുക്കാണ്, റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. സോ ദിസ് വൺ. ഇവിടെയും അതേപോലെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. സോ അതും നിങ്ങൾ എഴുതണം. പിന്നെ ഇവിടെ ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. ഹീ പെയ്ഡ് പ്രൊഫഷണൽ ടാക്സ് 3,000. സോ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് ഇതിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. സോ 3,000 എടുക്കണം. 3,000 ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് പറ്റുമായിരുന്നു, ബട്ട് ഇത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കാണ്, അതുകൊണ്ട് പറ്റൂല. പ്രൊഫഷണൽ ടാക്സ് റെക്കോർഡ് ഹാസ് നോട്ട് ബീൻ റെക്കോർഡഡ് ഇൻ ഹിസ് അക്കൗണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് പ്രൊഫഷണൽ ഇൻകം ആണ്. നമ്മളിവിടെ പ്രൊഫഷണൽ എക്സ്പെൻസ് ആണ്. സോ പ്രൊഫഷണൽ എക്സ്പെൻസ് ആണ് ഇവിടെ വേണ്ടത്, അതുകൊണ്ട് അത് എടുക്കണം. അപ്പോൾ പ്രൊഫഷണൽ ടാക്സ് ചെയ്യണ്ടല്ലോ, ചെയ്തു നോക്കണേ. 3 ബാക്കിയൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഓക്കെ, സോ ചെയ്ത് നോക്കാം. നമ്മൾ ഈ പ്രൊഫഷണൽ ടാക്സിൻ്റെത് ഇവിടെ നമ്മൾ എഴുതി അല്ല, എക്സ്പെൻസിൻ്റെ ഭാഗത്ത് എഴുതി. അതിൻ്റെ അർത്ഥം എന്താ? ഇത് അലൗബിൾ ആണ്. നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഈ ഒരു എക്സ്പെൻഡിച്ചർ അലൗബിൾ ആണ്, നമുക്ക് ലെസ് ചെയ്യാം. അതല്ല ഇതിൻ്റെ അർത്ഥം അല്ലേ? നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഇത് ലെസ് ചെയ്യാം. സോ നമുക്കിവിടെ പ്രൊഫഷണൽ ടാക്സിന് ഡിഡക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതിന് മുന്നേ എവിടെയോ വന്നിട്ടുണ്ട് പ്രൊഫഷണൽ ടാക്സ്. ഇവിടെ പ്രൊഫഷണൽ ടാക്സ് 1,500 കാണാം, ബട്ട് ഇതിൽ നമ്മൾ എടുത്തിട്ടില്ല. എവിടെ എടുത്തിട്ടില്ല? PGBPയിൽ എടുത്തിട്ടില്ല. നോക്കിയാൽ മതി ആ ക്വസ്റ്റ്യൻ, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്.
എന്തുകൊണ്ടാണ് എടുക്കാഞ്ഞത്? ഇവിടെ അത് സാലറിയിൽ ഇട്ടിട്ട് ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് സാലറിയിൽ പ്രൊഫഷണൽ ടാക്സിന് ഡിഡക്ഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാലോ. സോ അവിടെ വെച്ച് അവർ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഡിഡക്ഷൻ കിട്ടുമല്ലോ. ഒന്നിക്കിൽ നിങ്ങൾ സാലറിയിൽ എടുക്കുക, അല്ലെങ്കിൽ PGBPയിൽ എടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം. അല്ല നിങ്ങളുടെ ഇഷ്ടമല്ല, എനിക്ക് തോന്നുന്നു സാലറിയാണ് കുറച്ചും കൂടെ ബെറ്റർ. സോ സാലറി ഹെഡ് ഉണ്ടെങ്കിൽ സാലറിയിലിട്ട് ലെസ് ചെയ്യുക. അല്ലാത്ത കേസിൽ മാത്രം അവിടെ കൊണ്ടുപോയി എഴുതിയാൽ മതി. PGBPയിൽ ഇതുപോലെ ഇവിടെ എഴുതിയാലും അതിൻ്റെ അർത്ഥം എന്താ? ഡിഡക്ഷൻ ആണെന്നാണ്. ടാക്സ് കൊടുക്കണ്ട, അത്രയും കണ്ട് കുറയും നമ്മുടെ ഇൻകം. സോ അതേപോലെ സാലറിയിൽ ഇട്ടാലും ഡിഡക്ഷൻ ആണ്. സോ അതാട്ടാ. സോ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. ചിലവർക്കെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ്, മിസ്റ്റർ വർമ്മ ഈസ് എൻ അഡ്വക്കേറ്റ് ഇൻ അഹമ്മദാബാദ്. ഹി കീപ്സ് ഇറ്റ്സ് അക്കൗണ്ട് ഓൺ ക്യാഷ് ബേസിസ്. ഓക്കെ. സോ ഇങ്ങനെയുള്ള കുറേ സാധനം തന്നെ ഇതിലെയും പ്രൊഫഷണൽ ഞാൻ മാർക്ക് ചെയ്യുവാണ്. സ്പെഷ്യൽ കമ്മീഷൻ ഫീ, സാലറി ആസ് ലോ ലെക്ചർ ഇല്ല, ഇത് ഇൻകം ഫ്രം സാലറിയിലാണ് വരിക. എക്സാമിനർ ഫീ IOSലാണ് വരിക. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് IOS. ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ്, ഓക്കെ, അതും വരില്ല. സബ്സ്ക്രിപ്ഷൻ ഓഫ് ലോ ജേണൽ ഇത് വരും, ഇത് എക്സ്പെൻസിൽ വരും. ബുക്ക് പർച്ചേസ്ഡ്, ആനുവൽ പബ്ലിക്കേഷൻ. ബുക്കാന്നൊന്നും പറയുന്നില്ല, ബട്ട് നമ്മൾ പ്രൊഫഷണൽ റിലേറ്റഡ് ബുക്കാന്ന് പറഞ്ഞിട്ട് ഇതിന് 40% ഡിപ്രിസിയേഷൻ കൊടുക്കണം. റെൻറ്റ്, പ്രൊഫഷണൽ എക്സ്പെൻസ്, ഓഫീസ് പ്രൊഫഷണൽ എക്സ്പെൻസ് ഇത് പറ്റില്ല. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് പറ്റില്ല. കമ്പ്യൂട്ടർ പർച്ചേസ് ഫോർ ഓഫീസ്, ഇതിനും നമുക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ ഡയറക്ടർഷിപ്പ് ഫീസ് ഉണ്ട്, ഇതും പറ്റില്ല, ഇത് ഇൻകം അല്ല. ഓക്കെ. ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നോ. കാർ പർച്ചേസ്, ഇതിന് ഡിപ്രിസിയേഷൻ കൊടുക്കുമ്പോൾ എത്ര ഭാഗമാണ് പ്രൊഫഷൻ യൂസ് ചെയ്ത് നോക്കണം, ഇതെല്ലാം. ഓക്കെ. ഹാഫ് ഓഫ് ദ ഹൗസ് ഇസ് യൂസ്ഡ് ആസ് ഓഫീസ് ആൻഡ് ഹി റിസൈഡ്സ് ഇൻ ദ റിമൈനിങ് ഹൗസ്. ഓക്കെ. വീടിൻ്റെ കാര്യം, റെൻറ്റിൻ്റെ കാര്യം. അപ്പം റെൻറ്റ് നോക്കിക്കോ. 21,500 റെൻറ്റ്. സോ അതിൻ്റെ പകുതി. ഹാഫ് ഓഫ് ദ ഹൗസ് ഇസ് യൂസ് ഫോർ ഓഫീസ് ആൻഡ് ഹി റിസൈഡ്സ് ഇൻ ദ റിമൈനിങ് പാർട്ട്. അപ്പോൾ റെൻറ്റ് കൊടുത്തത് നേരെ പകുതിയാക്കണം. റെൻറ്റ് കൊടുത്തിട്ട് നേരെ അയാൾ സ്വന്തം വീടാണെന്നൊന്നും എവിടെയും പറയുന്നില്ല. അയാൾ പുറത്തുനിന്നൊരു വീട് വാടകയ്ക്ക് എടുത്ത് പകുതി ഭാഗത്തിൽ അയാൾ താമസിക്കുന്ന, പകുതി ഭാഗത്തിൽ ബിസിനസ്. സോ റെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ അത് പകുതി ആക്കി ചുരുക്കണം. ഓക്കെ. ഇലക്ട്രിസിറ്റി ചാർജൊക്കെ ഫുൾ എടുക്കുന്നുണ്ടല്ലേ? നോ, ഇലക്ട്രിസിറ്റി ചാർജും പകുതിയാക്കി ചുരുക്കണം. കണ്ട, 4,000 ഉള്ളത് ഇവിടെ 2,000 ആയിരിക്കും. ഓക്കെ. പിന്നെ എന്താ വരിക? ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. വീടുമായിട്ട് റിലേറ്റ് ചെയ്താൽ നോക്കടാ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അല്ല, നിങ്ങൾ നോക്ക്. ഇല്ല, വേറെ എക്സ്പെൻസ് ഒന്നും വീടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ വീടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റെൻറ്റും ഇലക്ട്രിസിറ്റി ചാർജും നേരെ പകുതി ആക്കണം. ഓക്കെ. ഹാഫ് ഓഫ് ദ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹാഫ് ഓഫ് ദ റെൻറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ചാർജ് ആർ ഇൻ റെസ്പെക്ട് ഓഫ് ഓഫീസ് യൂസ്. ഹാഫ് ഓഫ് ദ കാർ എക്സ്പെൻസ് ആർ ആട്രിബ്യൂട്ട്. അപ്പോൾ കാറും പകുതി ആക്കണം. ഡിപ്രിസിയേഷൻ കണ്ടിച്ച് പകുതി ആക്കുക. കാറിൻ്റെ എക്സ്പെൻസും പകുതി ആക്കുക. കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട്. സോ 180 ഡേയ്സിൽ കുറവാണ്. സോ ഡിപ്രിസിയേഷൻ നേരെ പകുതിയാക്കണം. ഹി ക്ലെയിംസ് ദ ബുക്ക് വെയർ പർച്ചേസ് ഫോർ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ബാക്കി ചെയ്യുന്നു വിചാരിക്കുന്ന വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഇല്ലസ്ട്രേഷൻ നമ്പർ 28. Miss Indira, a ready-made garment manufacturer in Chennai, gives you the following particulars for the financial year 2021. Compute the income from business. Net profit as per P&L account is 5,10,000 after debiting the following expense. So net profit തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് പറ്റൂല റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കണം. സോ ഇത് ഡിസലൗഡ് ആണ്, ഡീന്ന് എഴുതുവാണ്. കൺസിഡറേഷൻ പെയ്ഡ് ഓൺ ഫോർ അക്വയറിങ് നോ ഹൗ വാങ്ങിക്കാൻ എടുത്തത്, ഇത് നമുക്ക് കൺസിഡറേഷൻ പെയ്ഡ്, ഇത് നമുക്ക് ഏതോ സെക്ഷനിൽ പറയുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുന്നത് നോ ഹൗ വാങ്ങിക്കാൻ വേണ്ടി. എക്സ്പെൻഡിച്ചർ ഓൺ നോ ഹൗ, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഓർ ആഫ്റ്റർ 1498 ഫോർ അക്വയറിങ് നോ ഹൗ വാങ്ങിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അത് അലൗഡ് ഒന്നുമല്ല, അത് ഡിസലൗഡാണ്. ബിക്കോസ് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് ഇതെന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ കൺസിഡറേഷൻ പെയ്ഡ് ഫോർ അക്വയറിങ് നോ ഹൗ കിട്ടാൻ വേണ്ടിയിട്ട് കൺസിഡറേഷൻ കൊടുത്തത്. സോ ആ സംഭവം വരുമ്പം
എലിജിബിൾ ഫോർ 25% ഓഫ് ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇതിൽ 25% നമുക്ക് അലൗഡ് ആണ്, 25% ഓക്കെ ആണ്. ബട്ട് ഇതിൻ്റെ അപ്പോൾ 75% എന്താണ്, ഡിസലൗഡ് ആണ്. ഓക്കെ, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അത് അലൗബിൾ എക്സ്പെൻസ് ആണ് 25%. ബട്ട് 75% അപ്പോൾ എന്താ, ഡിസലൗഡ്. അപ്പോൾ ഇതിൻ്റെ 75% കണ്ടിട്ട് ഡിസലൗഡ് ആണ്, അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അതാ പറഞ്ഞത് എല്ലാത്തിനെ പറ്റി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തോ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ഇതിന് മുന്നേ ഒരു നോ ഹൗ വന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങോട്ട് എടുത്തിട്ട് നോക്കുക കേട്ടോ. എനിക്ക് പരാതി പിടിക്കാൻ കഴിയില്ല. അവിടെ എന്താ പറഞ്ഞത് നോക്കുക, അവിടെ കോസ്റ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഒന്ന് നോക്കിയേക്കണേ. ഓക്കെ, അടുത്തത് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഡിസലൗഡ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഡിസലൗഡ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്. ഇത് ഡിസലൗഡ് തന്നെ, ഒരു പ്രൊവിഷനും പറ്റില്ല. ഓക്കെ, ഹോളിഡേ ഹോം എക്സ്പെൻസ് ഡിസലൗഡ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ എംപ്ലോയി ഇത് അലൗഡ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ, അപ്പോൾ അലൗഡ്. പെനാൽറ്റി ഫോർ വയലേഷൻ ഓഫ് GST ലോ, ഞാൻ പറഞ്ഞ GST ആയിക്കോട്ടെ, പെനാൽറ്റി വരുവാണെങ്കിൽ ഡിസലൗഡ്. ഇൻട്രസ്റ്റ് GSTൻ്റെ ലേറ്റ് പേയ്മെൻറ്റ് അലൗഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലേറ്റ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് അലൗഡ് അല്ല. ഓക്കെ, ഇത് അലൗഡ് അല്ല, ഡിസലൗഡ് ആണ്. ഓക്കെ, ഈ GST പേ ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ എന്തുള്ളൂ, അലൗഡ് ഉള്ളൂ. ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ, ഈ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് മാത്രമാണ് അലൗഡ്. ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്, അതായത് ടാക്സ് കൺസൾട്ടേഷൻ ചാർജ്, ഫീ പേ ടു അഡ്വക്കേറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫോർ ടാക്സ് മാറ്റേഴ്സ്, ടാക്സ് പർപ്പസിന് ഇങ്ങനെയുള്ള പ്രൊസീഡിങ്സ് അങ്ങനെയുള്ള ചിലവാക്കുവാണെങ്കിൽ മാത്രമാണ് ഇത്. അല്ലാണ്ട് ഇൻകം ടാക്സ് അടക്കാത്തത് ലേറ്റായി പോയതിന് എന്തില്ല, അലൗവബിൾ ഇല്ല, ഡിഡക്ഷൻ കിട്ടൂല. സോ ദിസ് ഇസ് ഡിസലൗഡ്. ബട്ട് GSTൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എമൗണ്ട് സ്പെൻഡ് ഓൺ ദി അക്വിസിഷൻ ഓഫ് പാറ്റൻറ്റ് റൈറ്റ്. സോ ഇവിടെയും അതേപോലെ തന്നെ പാറ്റൻറ്റിൻ്റെ കാര്യത്തിലും എക്സ്പെൻഡിച്ചറും അങ്ങനെ തന്നെ. പാറ്റൻറ്റ് റൈറ്റിൻ്റെയും നമുക്ക് 25% ആണ് അലൗഡ്. അപ്പോൾ 75% എന്തല്ല, ഡിസലൗഡ് ആണ്. സോ 75% കാണാൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഗസ്റ്റ് ഹൗസ് എക്സ്പെൻസ് അലൗഡ് ആണ്, ബിസിനസ് റിലേറ്റഡ് ആണ്. എമൗണ്ട് സ്പെൻഡ് ടു മദ്രാസ് യൂണിവേഴ്സിറ്റി ഫോർ സയൻറ്റിഫിക് റിസർച്ച് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്. ബിസിനസ് റിലേറ്റ് ചെയ്യണമെന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പുറത്തെ യൂണിവേഴ്സിറ്റീസിന് കൊടുക്കുമ്പോൾ ബിസിനസ് റിലേറ്റഡ് ആവണമെന്നില്ല. ഇത് 100% അലൗബിൾ ആണ്. അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദി സുവനീർ ഓഫ് ദി പൊളിറ്റിക്കൽ പാർട്ടി. സോ ഇത് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ നോട്ട് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് എന്നാണ്. ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് തന്നെ പഠിച്ച പോയിൻ്റാണ്. പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ മാഗസീൻസിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് അത് ഡിസലൗഡ് ആണ്. സോ ദിസ് ഇസ് ഡിസലൗഡ്. ഓക്കെ, ഓൺ ഡേറ്റ് തന്നിട്ടുണ്ട്, പർച്ചേസ് ഡേറ്റ്. ഷീ പർച്ചേസ്ഡ് എ കാർ ഫോർ ബിസിനസ് യൂസ് അറ്റ് എ കോസ്റ്റ് ഓഫ് 12 lakh. ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഡിപ്രിസിയേഷൻ എടുക്കുക, 12 ലക്ഷത്തിൻ്റെ 15% നേരെ പകുതി ലെസ് ദാൻ ആയതുകൊണ്ട്. സോ അത് ലെസ് ചെയ്യുക അല്ല. ഡിപ്രിസിയേഷൻ നമുക്ക് അലൗബിൾ എക്സ്പെൻസ് ആണ്. സോ ഓൾറെഡി നമ്മൾ ഡെബിറ്റ് ഒന്നും ചെയ്യാത്ത സാധനമാണ്, ബിക്കോസ് ഇയർ എൻഡിലാണ് വാങ്ങിച്ചത്. സോ അത് ഡിപ്രിസിയേഷൻ അലൗബിൾ ആണ്. സോ ലെസ് ചെയ്യുക. ഓക്കെ, ചെയ്യുന്നില്ല, ഒന്ന് ചെയ്തു നോക്കണേ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ. അടുത്തത് ഒരുപാട് റിവൈസ് മീൻസ് അങ്ങോട്ടുള്ള കുറേ പോയിന്റ്സ് വന്നിരിക്കുന്ന സംഭവമാണ് ഇത്. ഓക്കെ.